നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും പെരുംജീരകം പൊടിക്കാറുണ്ടല്ലേ. ഇനി പെരുംജീരകം പൊടിക്കുമ്പം ഞാൻ ഈ കാണിക്കുന്ന മസാലയും കൂടെ ഒന്ന് ചേർത്ത് പൊടിച്ച് നോക്കുക കേട്ടോ. നമുക്ക് ഇറച്ചി വെക്കാനും മീൻ വെക്കാനും കടലക്കറി വെക്കാനും മുട്ടക്കറി വെക്കാനും ഒക്കെ പറ്റിയൊരു മസാലക്കൂട്ടാണ്. ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കേ. എന്നാൽ റെസിപ്പി കണ്ടാലോ. ഒരു ഫ്രൈ പാനിലോട്ട് ഞാൻ ഒരു കപ്പ് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 250 ml ഉണ്ട് ഏകദേശം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള കുരുമുളക്, ഒരു 2 ഗ്രാമ്പൂ. ഈ ഗ്രാമ്പൂ ഇട്ടെന്നും പറഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഒരിക്കലും മുമ്പോട്ട് നിൽക്കത്തില്ല കേട്ടോ. അറിയത്ത് പോലും ഇല്ല അത് ഗ്രാമ്പൂവും ഒരു കഷ്ണം പട്ടയൊക്കെ കിടപ്പുണ്ടെന്ന്. പെരുംജീരകവും കുരുമുളകിൻ്റെ ഒരു ചെറിയ ടേസ്റ്റേ വരത്തുള്ളൂ. ശരിക്കും നമ്മൾ പെരുംജീരകപ്പൊടി പൊടിക്കുന്നതിൻ്റെ കൂടെ ഈ 2-3 മസാലയും കൂടി ഇടാമെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും കറിക്ക് കേട്ടോ. ഞാനത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഫ്രൈ പാനിനെ. അത് അവിടെ നിന്ന് ചൂടാവട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോഴത്തേക്കും ഒരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടില്ലേ, അതൊന്ന് വേറെ നമുക്ക് വറുത്തെടുക്കാം. കാരണം ഇതിന് ഇച്ചിരി നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്യണം. പെരുംജീരകം നമുക്ക് അത്രയും ഫ്രൈ ചെയ്യണ്ടല്ലോ. ഒരുമാതിരി ആ കാഷ്യൂനട്ട് ഒന്ന് ബ്രൗണായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പെരുംജീരകത്തിൻ്റെ കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഒന്ന് തണുത്തോട്ടെ. ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണേ. ഇനി ബീഫ് കറി വെക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പം മുട്ടക്കറി വെക്കുമ്പം കടലക്കറി വെക്കുമ്പം വെജിറ്റബിൾ കുറുമയൊക്കെ വെക്കുമ്പം ഈ പൊടി ഒന്ന് ചേർത്ത് നോക്കണം. നമ്മൾ പെരുംജീരകമൊക്കെ ഇടുന്ന പോലെ തന്നെ ഈ കാഷ്യൂ ഒക്കെ ഇടുന്നതുകൊണ്ട് കറിക്കൊക്കെ നല്ല കുറുക്കവും കുരുമുളകിൻ്റെ ഒരു ചെറിയ എരിവും ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.